ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാണുന്ന ഈ ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മേൽവശത്തായിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നെറ്റും താഴെ 2 ലെയർ നെറ്റ് ഫാബ്രിക്കും അതിന്റെ താഴെയായിട്ട് സാറ്റിനും താഴെ ഒരു ലൈനിങ് കോട്ടന്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഇത് 1 മീറ്റർ നെറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നൊരു നെറ്റാണ്. ഇത് 4 മീറ്റർ വരുന്ന നെറ്റ് ഫാബ്രിക് ആണ്. സെയിം കളറിലുള്ള സെയിം ടോണിലുള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് ആയിട്ട് ഈ ഒരു സാറ്റിൻ ക്ലോത്തും കോട്ടനും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ ഇതിന്റെ കട്ടിങ്ങും അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മേൽവശം ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പൊ 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 7 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. 5.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ആംപോൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതേ 5.5 ഇഞ്ച് തന്നെ ആംപോൾ ആയിട്ട് എടുക്കുന്നതും. ഇവിടുന്ന് ചെസ്റ്റിന്റെ മെഷർമെന്റ് നോക്കാം. ചെസ്റ്റ് 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിന് കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഞാനിവിടെ 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ബോഡിയുടെ യോക്ക് പാർട്ടിന്റെ ലെങ്ത് നോക്കാം. 11 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമുക്കൊന്ന് വേസ്റ്റിന്റെ മെഷർമെന്റ് കൂടെ എടുക്കണം. ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിവിടെ ആംപോൾ കൂടെ വരച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് സ്ലോപ്പ് ആയിട്ട് ഒരു 1 ഇഞ്ച് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് നെക്കിന്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഡെപ്ത് 3.5 ഇഞ്ചും. ഒന്ന് ഷേപ്പാക്കി വരച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ചിന്റെ ഷോൾഡർ സ്ലോപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് ഭാഗം കട്ട് ചെയ്യുന്നില്ല. അത് ബാക്ക് വശത്തിന് ഈ ഒരു മാർക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. നമുക്കിതിനെ ബാക്ക് വശം കട്ട് ചെയ്യണം. അതിനായിട്ട് ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിന്റെ മേലായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാന്. നമുക്ക് സിബ്ബർ വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ നെക്ക് കട്ട് ചെയ്യണം. ഞാനിവിടെ 2 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ടിലെ നെക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് സാറ്റിന്റെ ക്ലോത്തും അതുപോലെ തന്നെ മേലെ കൊടുക്കുന്ന ആ നെറ്റിന്റെ ഫാബ്രിക് കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഈ മേൽവശത്തേക്കുള്ള 2 പീസ്, അതായത് സാറ്റിന്റെ പീസും നെറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിന്റെ കേട്ടോ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സ്കേർട്ട് ഭാഗത്തേക്കുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ആദ്യം താഴ്വശത്തേക്കുള്ള നെറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇത് 4 മീറ്റർ ക്ലോത്താണ് വരുന്നത്. ഞാനൊന്ന് ആദ്യം നീളം രണ്ടായിട്ട് വരുന്ന രീതിയിലൊന്ന് നീളം വരുന്ന ആ ഇതിൽ പകുതിയായിട്ട് മടക്കി അതിന് ശേഷം 4 മീറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. നമുക്കിതൊന്ന് ലെങ്ത് മാർക്ക് ചെയ്യണം. ഞങ്ങളുടെ സ്കേർട്ടിന്റെ ലെങ്ത്, അതായത് ഈ മേൽവശത്തേക്കുള്ള ഈ ഒരു ക്ലോത്തിന്റെ ലെങ്ത് എടുക്കുന്നത് 20 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് 19 ഇഞ്ച് മതി, 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ആയിട്ട് 20 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യുന്നില്ല, ഇതിങ്ങനെ 2 ലെയർ ആയിട്ടാണ്, നെറ്റിന്റെ 2 ലെയർ ആണ് വരുന്നത്. അപ്പൊ അത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അത് 20 ഇഞ്ച് ലെങ്ത് ഉള്ള 2 ലെയർ ആണ് വരുന്നത്. ഈ ലെയർ ഇവിടെ സെന്റർ പാർട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന്റെ താഴെയുള്ള സാറ്റിൻ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ സാറ്റിൻ്റെ ക്ലോത്ത് ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 18 ഇഞ്ചാണ് ലെങ്ത് 19 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. 18 ഇഞ്ച് മതി. 1 ഇഞ്ച് മടക്കി തയ്ക്കാനും കൂടെ കൂട്ടിയിട്ടാണ് 19 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇതിന്റെ വിഡ്ത്ത് നമുക്ക് ആവശ്യമുള്ള എത്ര എടുക്കാം. ഞാനിവിടെ എടുത്തത് 40 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. 40 ഇഞ്ച് ഒരു ഭാഗത്തേക്ക് വിഡ്ത്ത് എടുത്ത് ടോട്ടൽ ഒരു 80 ഇഞ്ചിന്റെ അടുത്ത് വരും, ഫ്രണ്ടും ബാക്കും കൂടെ കൂടിയിട്ട്. ഇപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസ് മാത്രമായിട്ട് 40 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അങ്ങനെ 2 പീസാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ താഴത്തേക്കുള്ള ലൈനിങ് കൂടെ കട്ട് ചെയ്യാം. എൻ്റെ ലൈനിങ് ഞാൻ 15.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ഞാൻ ഈ ഒരു പാർട്ട് താഴ്വശത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതും എത്രയാണോ വരുന്നത്, കൂടുതൽ ചുരുക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തെടുക്കുക. ഇനി നമുക്കിതിന്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഫ്രണ്ടിലെ യോക്ക് പീസിന്റെ 2 പീസ്, അതായത് സാറ്റിൻ ലൈനിങ്ങും അതിന് മേലേക്കുള്ള ഈ ഒരു നെറ്റ് പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് നല്ല വശം, ഈ സാറ്റിന്റെ നല്ല വശത്തിന് മേലെയായിട്ടാണ് ഈ ഒരു നെറ്റ് പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ സൈഡിലേക്ക് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, കോട്ടൺ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് എടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ഇതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ വെക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നെറ്റിന്റെ ഒരു പീസ്, ത്രെഡ് വർക്കിന്റെ ഒരു ഡിസൈനുള്ള ഒരു നെറ്റ് പീസാണിത്. ഇതിന്റെ ഈ ഒരു വർക്ക് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ശരിയാക്കി എടുത്തതാണ്. ഞാൻ അതൊന്ന് ഈ 2 പീസ് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 പീസ് ഞാനിവിടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ച് വന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു കോട്ടന്റെ ലൈനിങ് പീസ് എടുത്തിട്ട് ഇതിന്റെ മേൽവശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നെക്കിന്റെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ 2 ആം ഹോളിന്റെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു പീസ് മറിച്ചിട്ടിട്ട് നോക്കാം. ഞാൻ ലൈനിങ് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ലൈനിങ് ഒന്ന് മറിച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും ചെയ്തെടുക്കേണ്ടത്. അത് ഞാനിവിടെ ഫ്രണ്ട് പീസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ 2 പീസും ചെയ്തെടുക്കുകയാണ്. ആദ്യം സാറ്റിന്റെ ലൈനിങ്ങും ഈ ഒരു നെറ്റ് പീസും വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കോട്ടന്റെ ലൈനിങ് ഇതിന്റെ മേൽവശത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടും ഇതുപോലെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മറിച്ചെടുക്കണം.
അതായത് ഇതിന്റെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തതാണ്. നമുക്ക് ഈ ബാക്ക് വശത്ത് സിബ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഇൻവിസിബിൾ സിപ്പറാണ് വെക്കുന്നത്. ഇൻവിസിബിൾ സിപ്പർ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല. ബാക്ക് സൈഡ് ഇവിടെ സിബൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിബ് ഉൾവശത്ത് നിന്ന് കവർ ഒരു കോട്ടന്റെ ഒരു പീസ് വെച്ചിട്ട് ഞാനിവിടെ കവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സിബ് വെക്കുന്നതും അതുപോലെ ഈ ഒരു കവർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ മേലെ കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് പീസും കൂടെ ചേർത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസും ഈ ബാക്ക് പീസും ഇതിന്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസിന്റെ ഉള്ളിലേക്കൂടെയാണ് ഞാൻ ഇതിന്റെ ഷോൾഡർ കടത്തിയെടുക്കുന്നത്. ഫ്രണ്ട് പീസിന്റെ ലൈനിങ്ങിന്റെ മെയിൻ പീസിന്റെ സെന്ററിലൂടെ ഈ ബാക്ക് വശത്ത് ഉള്ള പീസ് മേൽക്കൂടെ കടത്തിയെടുത്തിട്ട് ഈ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലുള്ള ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഷോൾഡറൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ ഫ്രോക്കിനൊക്കെ ഒന്നുകൂടെ ഒരു ഭംഗിയായിട്ട് നിൽക്കും. നമുക്കിതിന്റെ സൈഡാണ് യോജിപ്പിച്ചെടുക്കാനുള്ളത്. ഈ സൈഡും ഇതുപോലെ സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എന്താ ഇതുപോലെ ആദ്യം മേൽവശത്തുള്ള പീസുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലുള്ള സ്റ്റിച്ചിങ്ങും ഉൾവശത്തേക്ക് പോകും. ഞാൻ അതങ്ങനെ ചെയ്യുന്നില്ല. അത് ആൾട്രേഷൻ ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഓവർലോക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചെടുക്കാം. ഇനി ഇതിന്റെ സ്കേർട്ടാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഇനി താഴ്വശത്തേക്കുള്ള ഈ ഒരു സാറ്റിന്റെ ലൈനിങ് ആണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡ് വശം ഞാനിങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി ഇത് നമുക്ക് ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് ഈ രണ്ട് ലൈനിങ് പീസ്, അതായത് സാറ്റിന്റെ ലൈനിങ്ങും കോട്ടന്റെ ലൈനിങ്ങും ഞാനിങ്ങനെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലേക്കുള്ള ഈ ഒരു നെറ്റിന്റെ പീസാണ് ഫ്രിൽസ് ഇട്ട് എടുക്കാനുള്ളത്. അപ്പൊ ഇത് ഞാൻ ഗ്യാതറിംഗ് ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് ചെറിയ ഫ്രിൽസ് ആക്കി ക്ലോസ് ആയിട്ട് ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ്. ഇത് രണ്ട് ലെയർ പീസാണ് കേട്ടോ. മേലെ രണ്ട് ലെയർ നെറ്റിന്റെ പീസ് കൊടുക്കുന്നുണ്ട്. രണ്ട് ലെയർ ഒരുമിച്ചാണ് ഞാൻ ഫ്രിൽസ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 പീസും ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓർഡറിലാക്കാം. ആദ്യം ഏറ്റവും താഴ്വശത്ത് കോട്ടന്റെ ലൈനിങ്, അതിന്റെ മേലെ സാറ്റിന്, അതിന്റെ മേലെ ഈ ഒരു നെറ്റിന്റെ ഫാബ്രിക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ രണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ മേലത്തെ നെറ്റ് ഫാബ്രിക് കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഈ ഒരു വേസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇതിന്റെ മേലേക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ യോക്ക് പാർട്ടിനായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു മേലത്തെ നെറ്റ് ഫാബ്രിക്, അതിന്റെ ചെറിയൊരു പീസ്, അതായത് ഈ ഒരു സ്കേർട്ടിന്റെ ലെങ്ത്തിന്റെ ഒരു ഹാഫിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു പീസായിട്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. ആ 2 പീസും ഇതുപോലെ ഫ്ലെയേഴ്സ് ആക്കിയതിന് ശേഷം അതിന്റെ ബോർഡറിലായിട്ട് നേരത്തെ ആ ലൈസിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്. ഇങ്ങനെ 2 പീസ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അതിന് 2 സൈഡിലായിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഈ 2 പീസ് ഞാൻ ആദ്യം ഈ ഒരു യോക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ യോക്ക് പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഈ ഒരു ലേസിന് ഈ ഒരു വർക്ക് വരുന്നില്ല, ഈ ഒരു വർക്കിന് നേരെയായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ. അതിനുശേഷമാണ് സ്കേർട്ട് പാർട്ട് ഈ ഒരു ഭാഗമായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. നമ്മളിത് ഈ ഒരു സ്കേർട്ട് പാർട്ട് യോക്ക് പാർട്ടായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. രണ്ടിൻ്റെയും വേസ്റ്റ് ഭാഗം ഒരുമിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ചുറ്റിലും റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്.
അപ്പോൾ ഞാൻ അവസാനം ഇവിടെ ഒരു ബോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോ പ്ലെയിൻ നെറ്റിനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ കൂടെ ഈ ഒരു പീസ് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല, അതിന് കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റോൺ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള സ്റ്റോണുകളൊക്കെ ആദ്യം തന്നെ റിമൂവ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കൂടുതൽ സ്ഥലത്ത് എവിടെയെങ്കിലും സ്റ്റോൺ വർക്ക് ഇല്ലാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് മെല്ലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ.